ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ റോർ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, ഞാൻ കുറച്ച് ദിവസം മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു 5-6 ദിവസം ആയിരുന്നുകൊണ്ട് എനിക്ക് റോർ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയിട്ട് കുറച്ച് ദിവസങ്ങളായി ഇതുവരെയായിട്ട് നമുക്ക് കാർഡ് കിട്ടിയിട്ടില്ല കേട്ടോ. ഇവരുടെ വേറൊരു കാര്യം നിങ്ങൾക്കറിയാം, ഒരു ഇന്നലെ അല്ല മിഞ്ഞാന്ന് തൊട്ട് ഇവരുടെ ആപ്പ് ഒന്നും വർക്കിംഗ് ആയിരുന്നില്ല. ഞാനൊരു ഷോർട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറുമായിട്ട് അതിൻ്റെ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട ആപ്പിൻ്റെ. അതിനുശേഷം സാധനം ശരിയാവും കേട്ടോ. അപ്പോൾ ഇത്രയും ഒരു ഓൾമോസ്റ്റ് ഒരു 24 അല്ല, അതിൻ്റെ മുകളിലായി ഒരു 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ വരെ ഇവരുടെ ആപ്പ് ഡൗൺ ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കാർഡ് ഷിപ്പ് ചെയ്തേക്കുന്നത് ഡെലിവറി ത്രൂ ആണ്. നിങ്ങൾക്ക് അറിയാം, ഡെലിവറി കൊറിയർ ഏറ്റവും ബെസ്റ്റ് കൊറിയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, ഡെലിവറിയാണ്. ഞാൻ ഇതിന് മുമ്പ് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ സമയത്തും ഞാൻ ഇതിൻ്റെ പോലെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അവന്മാർ ഒരാഴ്ചയാണ് അത് ലേറ്റായി എനിക്ക് ഡെലിവർ ആവാൻ. ഇതും ഈ സാധനം സാധനം തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് അവന്മാർ സ്ഥിരം പരിപാടിയാണ്. അവന്മാർ തൃശ്ശൂർ നമ്മുടെ ലൊക്കേഷൻ എത്തും, എന്നിട്ട് പിന്നെ ഡെലിവറി ഇല്ല, ഔട്ട് ഓഫ് ഡെലിവറി ആവില്ല. ഇത് അവന്മാർ സ്ഥിരം ഉടായ്പ പരിപാടിയാണ്. ഈ ഇങ്ങനത്തെ ഞാൻ മിക്ക ബാങ്കുകളും ഇതുപോലെ നോർമലി നമുക്ക് ക്രെഡിറ്റ് കാർഡ്സോ അല്ലെങ്കിൽ ബാങ്കിങ് എന്തെങ്കിലും നമുക്ക് കൊറിയർ വരാണ്ടെങ്കിൽ ഞാൻ നോർമലി ഇവരോട് ഓൾറെഡി പറഞ്ഞ് വെക്കാറുണ്ട്, നമുക്ക് ബ്ലൂ ഡാർട്ട് ത്രൂവോ ഇന്ത്യ പോസ്റ്റ് ത്രൂ ഒക്കെ ചെയ്താൽ മതിയെന്ന്. പക്ഷേ റോർ ബാങ്കിൻ്റെ ഒരു രക്ഷയില്ലോ, അവരെ വിളിച്ചാൽ തന്നെ കിട്ടില്ല. അപ്പോൾ അവരെക്കാട്ടും എന്താ വെച്ചാൽ ഡെലിവറിയെക്കാട്ടും നല്ല കൂടുതൽ കസ്റ്റമർ കെയറാണ് റോർ ബാങ്കിൻ്റെ. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് തരില്ലല്ലോ. അവർ അയച്ച തന്നെ ഒരു നോട്ടിഫിക്കേഷനോ സംഭവമൊന്നുമില്ല. ഞാൻ എന്നിട്ട് മെസ്സേജും കോളും സംഭവങ്ങളൊക്കെ ചെയ്ത് ഇവർക്കൊരു വാട്സപ്പ് നമ്പറൊക്കെ കസ്റ്റമർ കെയർ നമ്പർ ഉള്ളത്. പിന്നെ ട്വിറ്ററുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഞാൻ എല്ലാത്തിലും പല മെസ്സേജ് അയച്ചിട്ട് ലാസ്റ്റ് ഒരു മെസ്സേജ് വന്നാണ് അവർ ഒരു ഇമെയിൽ അയച്ചതാണ് ട്രാക്കിങ്ങും സംഭവമൊക്കെ പറഞ്ഞിട്ട്. അതും ഒഫീഷ്യൽ ട്രാക്കിങ്. നമ്മൾ നോർമലി നമുക്കൊരു ബാങ്കിങ് സാധനം ഷിപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഒഫീഷ്യൽ മെസ്സേജ് അവരുടെ കമ്പ്യൂട്ടറൈസ് ആയിട്ട് വരും. നമുക്ക് ഇങ്ങനെ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഓട്ടോമാറ്റിക്കലി ഷിപ്പായി വന്നിട്ട് ഒരാഴ്ചക്ക് എന്താ പറയുക, ഓട്ടോമാറ്റിക്കലി നല്ലത്. ഇത് നമ്മൾ കംപ്ലയിൻറ്റ് ഇങ്ങനെ കുറേ വിളിച്ച് സംഭവം ചെയ്തപ്പോൾ അമ്മ ലാസ്റ്റ് ആഴ്ചക്ക് എന്താണ് ഗ്രീറ്റിംഗ്സ് ഫ്രം ആയിട്ട് അതിൻ്റെ ഇത് മാറ്റി വയ്ക്കാം. അതാണ് കണ്ടു, ഡെലിവറി കൊറിയറിൻ്റെ ഒക്കെ ട്രാക്കിങ്ങും സംഭവമൊക്കെ വെച്ചിട്ട് അയച്ചു തന്നേക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ ഈ സാധനം ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് ഷിപ്പായിട്ടില്ല. മൂന്നാമത്തെ ദിവസം കൊണ്ടുവന്ന് നമ്മുടെ തൃശ്ശൂർ എത്തിയിട്ട് ഇപ്പോഴും അവിടെ കിടക്കുക. ഡെലിവറിനെ വിളിച്ചാൽ നിങ്ങൾക്ക് അറിയിരിക്കില്ല, മരം കിട്ടില്ല. അവന്മാർക്ക് ഒരു ഓഫീസും ഇല്ലേ പറയാൻ വല്ല കൂതറ സാധനമൊക്കെ എടുത്ത് വാടക എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാം. അതാണ് ഡെലിവറിയുടെ ഓഫീസ്. നമ്മുടെ ബ്ലൂ ഡാർട്ടിൻ്റെ പോലെ ഇന്ത്യ പോസ്റ്റിൻ്റെ പോലെ ഒരു സ്ഥിരം സ്ഥലമൊന്നും ഇല്ല അവന്മാർക്ക്. അതാണ് മെയിൻ പ്രോബ്ലം. അത് അറിയില്ലെങ്കിൽ വെട്ടു, അല്ലെങ്കിൽ അവർ തിരിച്ചയക്കും. ഇതാണ് അവരുടെ സ്ഥിരം ഉടായ്പ പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഇതും കംപ്ലയിൻറ്റ് ചെയ്യാൻ മാതിരി ഞാൻ ആദ്യം നോർമലി ഇതുപോലെ ഫെഡറൽ ബാങ്കിന് ഇതുപോലെ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ഫെഡറൽ ബാങ്കിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ നോർമലി റെസ്പോണ്ടും കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ത്രൂ അങ്ങനെ അവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ലോ. അങ്ങനെയാണ് പിന്നെയും ഒരാഴ്ചയുടെ സാധനം കിട്ടി. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കിട്ടിയത്, 7 ദിവസം കഴിഞ്ഞിട്ടൊക്കെ കിട്ടിയ സാധനം. ഇതാകുമ്പോൾ അവരെ വിളിച്ചാൽ ഇത് ഞാൻ നോക്കിയപ്പോൾ ഡെലിവറി ആയിട്ടും കുതിര സർവീസാണ് റോർ ബാങ്കിൻ്റെ കസ്റ്റമർ കെയർ. അവന്മാർക്ക് ഒരു പിടിയില്ല, എന്താ ഉണ്ടാവണേ, എന്താ സംഭവിക്കണേ, ആരാണത്, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല റോർ ബാങ്കിന്. ആദ്യമായിട്ട് ഇറക്കിക്കുന്ന ആൾക്കാരെ ആയതുകൊണ്ടുള്ള പ്രശ്നം തന്നെ അത് നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇത് ഇവരുടെ ആപ്ലിക്കേഷനും കസ്റ്റമർ കെയറും ഇത്രയ്ക്കും ബോറാവുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതിൻ്റെ റോർ ബാങ്കിൻ്റെ ഈ സാധനത്തിൽ വെർച്വൽ കാർഡ് കിട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ കാർഡ് വന്നിട്ട് നമുക്ക് അതിൽ നമ്പർ ആഡ് ചെയ്യണം. ഞാൻ അതിൻ്റെ ആപ്പ് കാണിച്ചു തരാം. റോർ ബാങ്കിൻ്റെ ആപ്പോടെ എൻ്റെ റോർ ബാങ്കിൻ്റെ ആപ്പിൽ നമുക്ക് കാണിക്കുന്നത് നമ്മുടെ കാർഡ് റെഡിയാണ്, ഇറ്റ് വിൽ ബി ഡെലിവേർഡ് എന്നിട്ട് നമ്മുടെ അഡ്രസ്സിൽ ഇങ്ങനെ കാണിക്കുകയാണ്. കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ അടിച്ചു കൊടുത്താൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് കിട്ടുള്ളൂ. കണ്ടോ, എൻ്റർ ദ ലാസ്റ്റ് 10 ഡിജിറ്റ് വേണ്ടി വരാനുണ്ടോ. അപ്പോൾ ഇത് കാർഡ് വരാണ്ട് നമുക്കിത് സാധനം ഒന്നും ചെയ്യാൻ പറ്റില്ല. 10 ഡിജിറ്റും CVV ഒക്കെ നമുക്ക് വലിയ വേണം. അപ്പോൾ ഇവന്മാരെ വിളിച്ചാൽ കിട്ടുമോ, അതുമില്ല. ഇത് രണ്ടും ഭേദം ഡെലിവറിയാണ്. അതിൽ ചാറ്റ് ബോട്ടെങ്കിലും സംസാരിക്കും, ഇതിലതുമില്ല. അപ്പോൾ നല്ല ഇതെനിക്ക് ആക്ച്വലി ഇവരെ ലിമിറ്റ് എത്രയെന്ന് എനിക്ക് അറിയില്ല. ലിമിറ്റ് കാർഡ് വന്നാലും തന്നെ അറിയുള്ളൂ. ഇവർ നോർമലി മാക്സിമം കൊടുക്കുന്നത് 1.5 ലാക്ക് വരെയൊക്കെയാണ് അവർ മാക്സിമം ലിമിറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലിമിറ്റ് കിട്ടിയെങ്കിൽ തന്നെ അത് കുറയ്ക്കായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. വെച്ചാൽ നോർമലി ഇവർ കോൺടാക്ട് ചെയ്ത് കുറയ്ക്കാൻ പറ്റും നമുക്ക്. എന്താ വെച്ചാൽ ഇത്രയും നല്ല സൂപ്പർ കസ്റ്റമർ കെയർ സർവീസ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർ കെയർ വേണ്ട. എന്തെങ്കിലും ഇഷ്യൂ വരാൻ നോർമലി കസ്റ്റമർ കെയർ ഉള്ള സാധനം തന്നെ എന്തെങ്കിലും ഫ്രോഡ് പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ റീഫണ്ട് ഇഷ്യൂ ആണെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ നടക്കുന്നില്ല കാര്യം. അപ്പോൾ ഇതുപോലത്തെ സർവീസ് ആണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ നോർമലി മിക്കതും എനിക്ക് ലിമിറ്റ് കുറയ്ക്കാൻ കിട്ടിയെങ്കിൽ തന്നെ നമുക്കത് കുറച്ച് തരാനുള്ള ഒരു റിക്വസ്റ്റ് ഞാൻ കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷേ കാർഡ് വന്നാലും നമുക്ക് എത്ര റിക്വസ്റ്റ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഇവർ 1000 രൂപയൊക്കെ ലിമിറ്റ് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കാണും. ഒരു 1000 രൂപ തൊട്ട് 1.5 ലക്ഷം രൂപ വരെ ലിമിറ്റ് കൊടുക്കുന്നുണ്ട്. 1000 രൂപയ്ക്ക് ലിമിറ്റ് കിട്ടിയ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ 5000 കിട്ടിയവരുണ്ട്, 2000 കിട്ടിയവരുണ്ട്, 3000 കിട്ടിയവരുണ്ട്, 10000 കിട്ടിയവരുണ്ട്, 20000 കിട്ടിയവരുണ്ട്. നോർമലി സാധാരണ കടകളൊക്കെ നോർമലി മിനിമം 20000 ഒക്കെ കൊടുക്കാറുണ്ട്. ചിലർക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ 10000 ഒക്കെ കൊടുക്കാറുള്ളൂ. പക്ഷേ ഒരു 1000 രൂപ ക്രെഡിറ്റ് ലിമിറ്റ് കൊടുക്കുന്ന ആദ്യമായിട്ട് ഞാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ സാധനം തന്നെ കാണണം കേട്ടോ. ഇവരൊന്നാമത് ഇൻകം ഒന്നും നോക്കുന്നില്ല, അതുകൊണ്ടായിരിക്കാം. ഒരു ഫുള്ളി
നമ്മുടെ സിബിൽ ബേസ്ഡ് ആണ്. എന്താ വെച്ചാൽ ഒരു പുതിയൊരു ഫിൻടെക് ബ്രാൻഡും അതുപോലെ തന്നെ യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്ക് കൂടി ചെയ്തേക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ടായിരിക്കും കേട്ടോ അവർ പെട്ടെന്ന് ചിലപ്പോൾ ലിമിറ്റ് നമുക്ക് തന്നേക്കുന്ന ലിമിറ്റ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അത് കൂട്ടാനുള്ള ചാൻസ് അല്ല കൂടി കിട്ടാനുള്ള ചാൻസ് നമ്മുടെ നോർമൽ ബാങ്കിൽ എടുക്കാനായിട്ടും കൂടുതലാണ് കേട്ടോ. അപ്പോൾ അത് അറിയില്ല. അത് അവർ ഞാൻ ചോദിച്ചപ്പോഴും അവർക്കൊന്നും പറയാൻ പറ്റില്ല. അതെന്താ ഒന്നാമത് ഇവരെ എല്ലാം പുതിയ ആൾക്കാരാണ്, അവർക്കൊന്നും വലിയ പിടിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഡെലിവറിയൊക്കെ ഓൾറെഡി തന്നെ അവർ പറഞ്ഞിങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം, ട്വിറ്ററിൽ കൊണ്ടുവന്ന് ഡെലിവറി മെസ്സേജ് വന്നേക്കുന്നത്. അവർ സാധനം തൃശ്ശൂർ, അത് തൃശ്ശൂർ എത്തിയെന്ന് എനിക്കും അറിയാം. അതാണ് അവർ തിരിച്ച് എന്നോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ ഇതിൽ നമ്മുടെ ഡെലിവറി ഡീറ്റെയിൽസ് ഉണ്ട് കണ്ടു. അപ്പോൾ അതിൽ ഡെലിവറിയുടെ ട്വിറ്റർ ഒഫീഷ്യൽ പേജാണ്. അപ്പോൾ അതിൽ ഞാൻ ചെയ്തൊക്കെ അവർ റിപ്ലൈ തന്നേക്കുന്നതാണ്. എന്താ വി റിഗ്രറ്റ് ദ ഡിലേ. ഇതുവരെ സ്ഥിരം കമൻറ്റാണ് ഡിലേ, ഇത് സ്ഥിരം ഡിലേ ആണ്. ഇത് നിങ്ങൾ ഒരു 19 തീയതി ഒരു കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 29 തീയതി നോക്കിയാൽ മതി. അങ്ങനത്തെയാണ് അവരുടെ ഒരു സംഭവം. We regret the delay and the inconvenience caused. Please be advised that the package has reached Thrissur. We have promptly escalated this to the delivery team and will ensure. അതൊന്ന് കുറേ കണ്ടതാണ്. എന്നാണ് ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു അവരുടെ ഡെലിവറി. അവരുടെ ഡേറ്റ് പ്രകാരം എന്നാണ് ശരിക്കും നോർമലായിട്ട് മാക്സിമം ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത്. അതെന്തായാലും ഒന്നും കിട്ടിയില്ല. ഇനി പ്രയോറിറ്റി ബേസിലുള്ള ഡെലിവറി ചെയ്യാൻ അവിടെ ആക്കി ഒന്നും പറയുന്നില്ല. ഇവരൊക്കെ എന്ത് വാങ്ങാത്ത. ഞാൻ ഇവരെ വിളിച്ചാൽ കിട്ടണ്ടേ. ഞാൻ നോർമലി ഡെലിവറി കൊറിയർ ഞാൻ ആദ്യമായിട്ട് എനിക്കിത് ഡെലിവറി പണി തന്നെന്താ അറിയോ, നമ്മുടെ RBL ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്. എനിക്ക് ഫസ്റ്റ് കാർഡ് എൻ്റെ RBL ബാങ്കിൻ്റെ ബജാജ് ക്രെഡിറ്റ് കാർഡ് ഒരു 8 കൊല്ലം മുമ്പാണ് കേട്ടോ. അത് വന്നപ്പോൾ അവന്മാർ ഡെലിവറി ചെയ്യില്ല, അത് ലൊക്കേഷൻ കഴിഞ്ഞിട്ട് ഫണ്ട് അടിക്കാൻ പറ്റില്ല, അതിൻ്റെ തിരിച്ചയക്കും. ഇത് ഒരു അവന്മാർ സ്ഥിരം പറ്റും ഡെലിവറിയുടെ. എന്തെങ്കിലും ഒരു സാധനം മിസ്സിങ് ഉണ്ടെങ്കിൽ അവന്മാർ ഡെലിവറി ചെയ്യാൻ നോക്കൂല, അത് വേറെ കാര്യം, നമ്പർ വിളിക്കൂല. ഇത് അൺഐഡൻറ്റിഫൈഡ് നമ്പറാണ് അല്ലെങ്കിൽ അഡ്രസ്സാണ് അവർ തിരിച്ചയക്കും വരും. അപ്പോൾ ബാങ്കിൽ തിരിച്ചയച്ചാൽ പിന്നെ നമുക്ക് ആദ്യം പോയിട്ട് റിട്ടേൺ വരണം. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസുകളുണ്ട്. ഇപ്പോൾ വേറെ വല്ല നോർമൽ എന്തെങ്കിലും ലെറ്റർ ആണെങ്കിൽ പിന്നെ പോട്ടെ വയ്ക്കാം. ക്രെഡിറ്റ് കാർഡൊക്കെ ആകുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു സെക്യൂരിറ്റി ഇഷ്യൂസും ഉണ്ട് അവിടെ. എന്താ വെച്ചാൽ കാർഡ് ഡീറ്റെയിൽസ് പുറത്ത് പോകാൻ പാടില്ലല്ലോ, പറയാൻ പറ്റില്ല എന്തുണ്ടാവുമെന്ന്. അപ്പോൾ നോർമൽ ഒരു പേപ്പർ പാക്കറ്റിലാണ് സാധനം വരുന്നത്. അത് ഒരു മഴ കൊണ്ടെന്ന് പറഞ്ഞാൽ തന്നെ സുഖമായിട്ട് കയറിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പുറത്താവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസുകളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ റീസെൻ്റ്ലിയാണ് ഇപ്പോൾ കുറേ ക്രെഡിറ്റ് കാർഡ് പാക്കേജിങ്ങളൊക്കെ എന്താ പറയുക വാട്ടർ പ്രൂഫിങ് പാക്കേജുകളായിട്ട്, അതായത് ലാമിനേറ്റഡ് പാക്കേജിങ്ങളായിട്ട്. എന്നാലും പക്ഷേ അത്യാവശ്യം വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ സാധനം പണി കിട്ടൂട്ടാ. നമ്മുടെ നോർമൽ പ്ലാസ്റ്റിക് പാക്കേജിങ് പോലെ പ്രൊട്ടക്ഷനൊന്നും ഇല്ല സാധനത്തിന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. പക്ഷേ ഇതിങ്ങനെ കസ്റ്റമർക്കാരായി നമ്മൾ എന്ത് വിശ്വസിച്ചിട്ടാണ് എനിക്ക് ഇതിൻ്റെ ഈ ഇഷ്യൂ കാരണം റോർ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാനുള്ള തന്നെ ഒരു കോൺഫിഡൻസ് പോയി കിട്ടിയിട്ടാണ്. എന്താ വെച്ചാൽ എന്തെങ്കിലും ഇതുപോലെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർ കെയർ വേണ്ടേ? ഇതിന് അങ്ങനത്തെ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവരുടെ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഒരു റിപ്ലൈ വരും. പിന്നെ ഒരു മിണ്ടാട്ടവും ഇല്ല. ഞാൻ ഒരു ആഴ്ച വരെ നോക്കി, എന്നിട്ട് ഒരു മിണ്ടാട്ടവും ഇല്ല. അവന് പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ ഒന്നാമത് ഇവർക്കൊരു UPI ഫീച്ചേഴ്സ് ഒന്നും എനേബിൾ ആയിട്ടില്ല. നിങ്ങൾക്ക് UPI ആപ്പിലൊന്നും എനേബിൾ ചെയ്യാൻ പറ്റുന്നില്ല, വേറെ കാര്യം. എന്തായാലും നിങ്ങൾക്ക് വേറെ കസ്റ്റമർ കെയറിനൊക്കെ വേണ്ടതിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ആർക്കൊക്കെ റോർ കാർഡ് ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയി അവരുടെ ലിമിറ്റും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിനും ഫിനാൻസിലും എക്സ്പീരിയൻസാണ്, ക്വാളിഫൈഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. അടുത്ത കാണാം.